എന്തൊക്കെ തന്നെ വികസനം വന്നാലും എത്ര ഉന്നതിയിലേക്ക് കേരളം ഉയർന്നു പൊങ്ങിയാലും അതൊക്കെയും സമ്മതിച്ചു തരാൻ കോൺഗ്രസ് BJP കൂട്ടർക്കുള്ള മടി കുറച്ചൊന്നുമല്ല. ഇപ്പോഴിതാ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ കേരളം മുൻനിരയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ അതും സമ്മതിച്ചു തരില്ല. ഇപ്പോഴും ചിലർ ചോദിക്കുന്ന കാര്യമാണ്, കേരളത്തിൽ പെട്ടിക്കടയും മദ്യവുമല്ലാതെ വലിയ വ്യവസായങ്ങൾ ഉണ്ടോ എന്ന്. കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ വ്യവസായ രംഗത്ത് മികച്ച വളർച്ച കൈവരിച്ച് കേരളം മുന്നേറുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് തന്നെ കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ്. അതിന് മറ്റൊരു തർക്കത്തിന്റെ ആവശ്യമില്ലാതെ വൻകിട സ്ഥാപനങ്ങളുടെ മേധാവികളടക്കം സമ്മതിച്ചു തന്ന കാര്യമാണ് മിനിറ്റുകൾക്കകം കേരളത്തിൽ വ്യവസായം തുടങ്ങാനാകുമെന്നതും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇക്കാര്യത്തിൽ വലിയ ചർച്ചകളാണ് മലയാളി സമൂഹത്തിനിടയിൽ നടക്കുന്നത്. കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ വാനോളം പുകഴ്ത്തി കോൺഗ്രസുകാരനായ MP ശശി തരൂർ രംഗത്തെത്തിയതോടെ ശരിക്കും വെട്ടിലായിരിക്കുകയാണ് സതീശനും കോൺഗ്രസുകാരുമൊക്കെ. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന അവസ്ഥയിലാണ് UDF നേതാക്കൾ. ശശി തരൂർ തന്നെ കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ വസ്തുതകൾ കൊണ്ടും കണക്കുകൾ കൊണ്ടും എണ്ണി പറഞ്ഞതോടെ UDFന്റെ മൂടുതാങ്ങികളായ മാധ്യമങ്ങളും വെട്ടിലായി എന്നതാണ് വസ്തുത. BJPയുടെ അവസ്ഥയാണെ പിന്നെ പറയേണ്ട. കേരളത്തിന്റെ വ്യവസായ രംഗത്തെ വളർച്ച വലിയ തോതിൽ ചർച്ചയാകുന്ന ഈ ഘട്ടത്തിൽ ഒരു വാക്ക് പോലും മിണ്ടാനാകാതെ മാളത്തിനകത്ത് തന്നെയാണ് സുരേന്ദ്രൻജി അടക്കമുള്ള BJPക്കാർ. അതിനിടെയാണ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പെട്ടിക്കട മദ്യം തേറി വീണ്ടും തലപൊക്കി വരുന്നത്. പലയാവർത്തി ഈ വിഷയത്തിൽ മറുപടി നൽകിയതാണെങ്കിലും ഈ ചോദ്യത്തിനുള്ള ഉത്തരവും പൊതുബോധമാക്കപ്പെടേണ്ടതുണ്ടെന്നാണ് മന്ത്രി MP രാജീവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ആരംഭിച്ച വൻകിട വ്യവസായ സംരംഭങ്ങൾ അക്കമിട്ട് പറഞ്ഞാണ് മന്ത്രി ഇക്കാര്യത്തിൽ എതിരാളികളുടെ നാവടപ്പിക്കുന്നതെന്നാണ് മറ്റൊരു കാര്യം. 3600 കോടി ടേൺ ഓവറുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒലിയോറസിൻ മാനുഫാക്ചറിംഗ് കമ്പനി കേരളത്തിലാണ്. ലോകം ഉപയോഗിക്കുന്ന ബ്ലഡ് ബാഗിന്റെ 12% ഉണ്ടാക്കുന്ന കേരളമാണ്. ബ്ലഡ് ബാഗ് ഉണ്ടാവുമല്ലോ, ബ്ലഡ് വരുന്ന അത് ലോകം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയെല്ലാം പറഞ്ഞ കേരളമല്ല, ലോകം ഉപയോഗിക്കുന്നതിന്റെ 12% കേരളത്തിലെ തെർമൽ പെൻബോൾ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 1.5 കോടി ഇന്ത്യക്കാർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾ നമ്മുടെ എറണാകുളത്തെ കടയിരിപ്പിലുള്ള അഗാപ്പ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്നത്. അൽഷിമേഴ്സ് 10 വർഷം മുമ്പ് കണ്ടെത്താവുന്ന പുതിയ മെഷീൻ ജപ്പാനുമായി ചേർന്ന് നിർമ്മിക്കുന്നത് കേരളത്തിലാണ്. ഏഷ്യയിൽ 1ാമത്തെയും ലോകത്തിലെ 2ാമത്തെയും കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്. പക്ഷെ ആളുകളുടെ ധാരണ ഇവിടെ ബീവറേജും പെട്ടിക്കടയും ബാർബർ ഷോപ്പും ഉള്ളതെന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ഇത്രയും വ്യക്തത പോരായോ? ഇന്ത്യയിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റീഫോം പട്ടികയിൽ കേരളം നടത്തിയ മുന്നേറ്റം സമാനതകളില്ലാത്തതു തന്നെയാണ്. മുമ്പ് 28 നമ്മുടെ സ്ഥാനം കഴിഞ്ഞ ലിസ്റ്റിൽ നാം 15ാം സ്ഥാനത്തെത്തി. ഏറ്റവും പുതിയ ലിസ്റ്റിൽ നാം വീണ്ടും ചുവടുകൾ കയറി. നമ്മുടെ കരുത്ത് നാം തിരിച്ചറിയുക എന്നത് തന്നെയാണ് വളരെ പ്രധാനം. നേടിയ സ്ഥാനങ്ങൾ അർഹതയോടെ അനുഭവിക്കുമ്പോൾ അത് സമ്മതിക്കാൻ മാത്രം പ്രതിപക്ഷ കൂട്ടർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്.